ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇപ്പോൾ സമയം രാവിലെ 7 o'clock ആയിരിക്കുകയാണ്. നല്ല വെളിയിൽ എന്താണ് അവസ്ഥ നോക്കാം. ഉണ്ടല്ലേ, മനോഹരമായ കാഴ്ചകളാണ് പുറത്ത്. എനിക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഒന്നല്ലേ. എൻ്റെ വെള്ളം ഓൾമോസ്റ്റ് ഏകദേശം കഴിയാറായി. അതാണ് അടുത്ത ഏറ്റവും വലിയ സീന്. നമുക്കൊന്ന് പുറത്തോട്ടിറങ്ങി നോക്കാം. എല്ലാവരും ഒന്നെല്ലാം ഉള്ളവർക്കുണ്ടോ പോയോ. അടിപൊളി വ്യൂ ആണ് കേട്ടോ, കണ്ടില്ലേ, രക്ഷയില്ലാത്ത വ്യൂ ആണ്. രാവിലെ എനിക്കിപ്പോൾ അത്യാവശ്യം ചെറിയ ഭയങ്കര ഫോഗും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടുള്ള ഫോഗും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ. ആ ഒരു ഏരിയയിൽ നല്ല ചെറുതായിട്ട് ഫോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ, നല്ല തണുപ്പുണ്ടായിരുന്നു. ടെൻ്റിൻ്റെ അകത്ത് കിടന്നിട്ട് മൂടി പോയി ഇറങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഉറങ്ങിയപ്പോൾ ഏകദേശം 2:30-3 മണിയായി. കറക്റ്റ് 3 മണിക്കാണ് ഉറങ്ങിയത്. രാവിലത്തെ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ നല്ല തണുപ്പും ആ കിളികളുടെ നല്ല ശബ്ദവും ഒരു വൈബിലിങ്ങനെ എനിക്കിപ്പോൾ ഉണ്ടല്ലോ, ആ ഒരു വേറൊരു ഫീലിംഗ് തന്നെയാണ്. ഇപ്പോൾ നല്ല ശാന്തമായി നിൽക്കുക എല്ലാവരും. ഇന്നലെ ഫുള്ള് ക്രൗഡും കാര്യങ്ങളും. ഇപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം പോയിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ ഏകദേശം കുറച്ച് വണ്ടികളിലൂടെ കുറച്ച് അവിടെയൊക്കെ ഉള്ളൂ. താഴെ നമുക്ക് ഞാൻ വ്യൂ കാണിച്ചു തരാം. ഷൂട്ട് ഒരു സെക്കൻഡ് കണ്ടില്ലേ. നമ്മൾ ഗ്രില്ലടിച്ച സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര രസമാട്ടോ, ഭയങ്കര രസം. ഇവിടെ ഒരാളുണ്ടായിരുന്നു, അവിടെ കണ്ടില്ലേ, ആ ടെൻറ്റിൽ ഒരാളുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങുണ്ടായിരുന്നു. താഴെ കുറച്ച് ഫാമും കാര്യങ്ങളൊക്കെയാണ് താഴെയൊക്കെ, കണ്ടില്ലേ. താഴെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് വണ്ടികളേ ഉള്ളൂ, കണ്ടില്ലേ, കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഇന്നലെ ഇവിടെ ഫുള്ള് ആൾക്കാരായിരുന്നു, ഫുള്ള് ശരിക്കും ആളുണ്ടായിരുന്നു. ശരിക്കും വന്നപ്പോൾ അല്ല, അവിടെ ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പിന്നീട് നമുക്ക് പോയി കാണാം ഡീപ്പായിട്ട്. അപ്പോൾ ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ കണ്ടിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ട് പറയാം എങ്ങനെ ഉണ്ട്. ഞാൻ കുറച്ച് ടോപ്പിലാണ്, കണ്ടില്ലേ, ഞാൻ കുറച്ച് ഹിൽ ടോപ്പിലാണ് എടുത്തിരിക്കുന്നത്. ടോപ്പിലപ്പോൾ നമുക്ക് ഇതേപോലെ വ്യൂസ് കാണാമല്ലോ. അപ്പോൾ കുറച്ച് അങ്ങനെയുള്ള ടെൻറ്റും സെറ്റപ്പും കാര്യങ്ങളൊക്കെ. ഗൈസ്, അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ടീ ഇടണം, ബ്ലാക്ക് ടീ ഇടണം. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് എൻ്റെ ഒരു കപ്പുണ്ട്, പിന്നെ ചെറിയൊരു ഫാൻ പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ നിങ്ങളിൽ വെള്ളം കണ്ടല്ലോ, നിങ്ങൾ വെള്ളം എത്രയാണുള്ളത് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ടീ ഇടണം. അപ്പോൾ ടീ കത്തിക്കാനുള്ള സെറ്റപ്പ് നോക്കണം. നമ്മളൊരു ഹെവൻ്റെ നടുക്ക് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫീലിങ്. പച്ചപ്പ് വേണമെന്നുള്ളൊരു കുറച്ച് കണ്ടില്ലേ, നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു നമ്മൾ ഈ നാട്ടിലൊക്കെ പോകുമ്പോൾ കൂടുതലും പച്ചപ്പല്ലേ, പൊന്മുടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ. ഇത് വേറൊരു വൈബാണ്. അൺബിലീവബിൾ മാൻ. ഫുള്ള് റോക്കാണ് കഴിച്ച്, ഫുള്ള് ഇതുപോലത്തെ റോക്കാണ്, ഉണ്ടല്ലേ. ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്ന പോലത്തെ റോക്ക് ഉണ്ടല്ലേ. ഒരുപാട് റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. അതുപോലെ തന്നെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ രാവിലെ. കണ്ടില്ലേ, അടിപൊളി പൂ നോക്കി, നല്ല രസമുണ്ടല്ലേ. നല്ല കുറച്ച് ചെറിയ പൂക്കളൊക്കെ ഉണ്ട്. കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഡെസേർട്ടിൽ വളരുന്ന ചെടികൾ. ഇവിടെയൊക്കെ ഇങ്ങനെ കല്ലൊക്കെ അടുക്കി വെച്ച പോലെ, മുമ്പാരെങ്കിലും വന്ന് അടുക്കിയതായിരിക്കാം അറിയില്ല. ഇങ്ങനെ അടുക്കി വെച്ച പോലെ നല്ല രസമുണ്ട്. പിന്നെ എന്താണ്, മഞ്ഞ് വീണിട്ട്, മഞ്ഞ് മീൻസ് ഫുള്ള് വെള്ളം ഡ്രോപ്പായിരുന്നു. ഇതിൻ്റെ മുകളിൽ, ടെൻറ്റിൻ്റെ മുകളിൽ ഫുള്ള് വെള്ളമായിരുന്നു. അവിടെ നിന്ന് നമുക്ക് കണ്ടില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ റോഡാണ്, മെയിൻ റോഡ്. അവിടെ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ റോഡ് പോവും. ഇതെല്ലാം കറങ്ങി ഇങ്ങനെ വരാം. അവിടെ നിന്നും വണ്ടി വരാം, ഇവിടെ നിന്നും വരാം. കൂടുതലും കാറുള്ളവർക്കാണ് എളുപ്പം. കാര്യം സാധനങ്ങൾ ക്യാരി ചെയ്യാനായാലും നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോൾ കാറുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും.
ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും കൂടുതൽ മെമ്പേഴ്സ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കാറിൽ വരിക. നമ്മളെപ്പോലെ ഒറ്റയ്ക്കൊക്കെ വരുവാണെങ്കിൽ പ്രശ്നമില്ല, അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ഉണക്ക വിറവുകൾ ശേഖരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കുറച്ച് വിറവുകൾ ശേഖരിച്ച് നമുക്ക് ഒന്ന് കത്തിച്ചിട്ട് നമുക്ക് ചായ ഉണ്ടാക്കണം. ഓക്കെ, ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അടുത്ത് നോക്കേണ്ടത്. അവിടെ കുറച്ചുണ്ട് കേട്ടോ, ശരിക്കും ഉണ്ട്. അങ്ങോട്ട് പോകും. ശരിക്കുണ്ട്. ഏ ഭഗവാൻ, ഏ ക്യാ ഹേ? എന്തോ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. കുറേ ഉണ്ടല്ലോ. ഇതിൽ മുള്ളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, നോക്കിയെടുക്കണം. മുള്ളൊന്നുമില്ല. അപ്പോൾ കുറച്ച് മതി നമുക്ക്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനുള്ള വിറവ് കിട്ടി. ചെറിയ ചെറിയ ചുള്ളിക്കമ്പുകളാണ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള സാധനമായി. അപ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോയി കത്തിച്ച് നോക്കാം. കത്തിയാൽ മതിയായിരുന്നു, നല്ലപോലെ കത്തുമെന്തോ അറിയില്ല. കൊണ്ടുപോയി കത്തിച്ച് നമുക്ക് നല്ല അടിപൊളി ചായ ഉണ്ടാക്കി കുടിക്കാം. ഓക്കെ, ഡെസേർട്സിൽ ഇതുപോലുള്ള പല പ്ലാന്റ്സുകളും കാണും. നമുക്ക് അതിലൊന്നും തൊടാൻ പറ്റത്തില്ല എല്ലാത്തിലും. കാര്യം ഇച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പല പോയിസണസ് പ്ലാന്റ്സും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാത്തിലും പോയി തൊടാൻ നിൽക്കരുത്. എനിക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്, നമ്മളെ ഫ്രണ്ട് തന്നിട്ടുണ്ട്. അവിടെ നിന്ന് വെള്ളം മേടിച്ചിട്ട് ചായയുള്ള പരിപാടിയാണ്. വെള്ളം തീർന്നായിരുന്നു, അവിടെ എനിക്ക് വെള്ളം തന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചായയുടെ നോക്കാം. ഈ ഗ്രില്ലിൽ ഞാൻ തീയിട്ടിട്ടാണ് ഫുള്ള് ഇവിടെ കത്തിക്കും കഴിച്ച്. ആവശ്യത്തിനുള്ള വിറവ് എടുക്കാം. ഇത് നമുക്ക് കളയേണ്ടതുണ്ട്. ഓക്കെ, ഇത് വേറെ ഒന്നുമില്ല, ഇത് ഫുള്ള് പൊടിയാണ്. ഓക്കെ, നമ്മൾ ചാമ്പൽ കളഞ്ഞു. അപ്പോൾ നോക്കാം, കുറച്ച് വിറവൊക്കെ ഒടിച്ചിട്ട് നോക്കാം. ഞാനിപ്പോൾ കളഞ്ഞ ഫുള്ള് ചാമ്പലും കാര്യങ്ങളുമാണ്. ഇതിൽ മുള്ളുണ്ട് കേട്ടോ കൈസ്, ഉണ്ടല്ലേ? മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. മുള്ളു സീനാണ്. ലൈറ്റൊക്കെ ഇവിടെ വെച്ചൊന്ന് നോക്കേണ്ടതുണ്ട്. ലൈറ്റ് കിട്ടി, ഞാനത് നോക്കുന്നില്ല. ഈ സാധനമൊക്കെ പെട്ടെന്ന് കത്തും, കണ്ടില്ലേ? ഇതപ്പോൾ നൈസ് സാധനമാണ്. ശരിക്കും ഇപ്പം നല്ല രീതിക്ക് തീ കത്തുന്നുണ്ട്, അതല്ലേ? നമുക്ക് നമ്മുടെ ഇത് വയ്ക്കാം. ഓക്കെ, നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളപ്പിക്കുമ്പോഴേക്കും ഞാൻ എൻ്റെ ഇതെടുത്തിട്ട് വരാം, ഇതിൻ്റെ തേയില കാര്യങ്ങൾ എടുത്തിട്ട് വരാം. ഗൈസ്, ഒരു രക്ഷയില്ല, തട്ടുപൊളി കാറ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ കരുതി ഫുള്ള് വെയിലൊക്കെ ആകുമ്പം നല്ല ചൂടായിരിക്കുമെന്ന്. ഇപ്പം നല്ല കാറ്റാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഏകദേശം തിളച്ച് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഡിപ്പ് ചെയ്യാം. നമ്മൾ ടീയുടെ ബാഗ് ഡിപ്പ് ചെയ്യാം. ഓക്കെ, കുറച്ച് നേരം അവിടെ കിടക്കട്ടെ. ഇത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സാധനം കത്തിപ്പിടിക്കും. ഓൾറെഡി പറഞ്ഞില്ല, അതിനിടയ്ക്ക് പോയി. ഇട്ട് കൊടുക്കാം ഗൈസ്. ഓക്കെ, ഇട്ട് കഴിഞ്ഞു. കുറേ സംഭവമുണ്ട്, ഇതെല്ലാം നമുക്ക് എടുത്ത് കളയാൻ പോകുമ്പോൾ അവിടെ ഡസ്റ്റ്ബിന്നുണ്ട്, കണ്ടില്ലേ? അവിടെ ഡ്രം ഇരിപ്പുണ്ട്. ആ ഡ്രമ്മിൽ ഫുള്ള് കൊണ്ടുപോയി ഇട്ടിട്ട് വേണം പോകാനുള്ളത്. നമ്മൾ ചായ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. നമുക്ക്
ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ സ്പൂണില്ലാത്തതുകൊണ്ട് പ്ലാസ്റ്റിക് സ്പൂണേ ഉള്ളൂ. അപ്പോൾ അത് ഉള്ള കാരണം ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഇളക്കിയിട്ട് ഇപ്പോഴും തീ ഉണ്ട് ഗൈസ്. അപ്പോൾ അത് ഏകദേശം ജസ്റ്റ് ഒന്നും കൂടി ചൂടാവട്ടെ. എനിക്കധികം കടുപ്പം ഇഷ്ടമല്ല, ജസ്റ്റ് നമ്മൾ പേരിന് വേണ്ടിയിട്ട്. അതുപോലെ ഇത് മിൻറ്റ് ടീ ആണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇനി ഇതിലോട്ടേക്ക് മാറ്റി ഒഴിക്കുക. ഇതിലധികം കളറും ഉണ്ടാവത്തില്ല അല്ലേ, ആ വൈബ് കാര്യങ്ങൾ. ഇവ അതൊരു ഫ്ലോപ്പായി പോയേ. അയ്യോ, ഇതൊക്കെ എവിടെ പോകണം? ഇത് നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം. ആണെങ്കിൽ 2 ടിപ്പും കൂടെ ചെയ്യാം. ഐ മീൻ ഓക്കെ, നൈസ് യാർ. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ മറ്റേ ഹണി ടീ പോലൊരു സംഭവമാണ്. മിൻറ്റ് ടീയാണ്, മിൻറ്റ് വിത്ത് ഹണി. നമ്മളെ കെട്ടും നമ്മൾ അടിപൊളിയായിട്ട് നമ്മളെ മിൻറ്റ് ടീ നമ്മൾ നല്ല സക്സസ്ഫുള്ളി കമ്പൊക്കെ ഇപ്പോഴും തീ കിടക്കുന്നുണ്ടോ? എനിക്ക് ആദ്യം ഒരു അബദ്ധം പറ്റി. അതായത് ഞാൻ ചെറിയ ചുള്ളികൾ എടുത്തോണ്ട് വന്നു, അത് പെട്ടെന്ന് കത്തി തീർന്നു. അപ്പോൾ എനിക്ക് പിന്നെ മനസ്സിലായത് നമ്മൾ ചെറിയ ചുള്ളി വെച്ചാൽ അത് അങ്ങനെ സെറ്റാവില്ല. പിന്നെ ഞാൻ പോയിട്ട് വലിയ കമ്പുകൾ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്നു. കുടിച്ചോട്ടെ. അമേസിങ് യാറേ, അമേസിങ്, ഒന്നും പറയല്ല എൻ്റെ പൊന്ന് ഗൈസ്. ഈ കാറ്റ്, ഈ മല, ഐ മീൻ യു ജസ്റ്റ് വാണ്ട് ടു എക്സ്പീരിയൻസ് ദിസ് ഓൾ. ഇതെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എൻ്റെ ഒരു സുഖം. നമ്മൾ എന്നോട് ഇവിടെ വന്ന കുറേ പേര് ചോദിച്ചു ഒറ്റയ്ക്കാണോ, ആരുമില്ലേ. പിന്നെ വേറൊരു പയ്യുണ്ട്, അവൻ അതെ ആ മലയാണ് അവിടെ സോളോ റൈഡ് അടിച്ച്. മിക്കുള്ളവരും കുറേ പേരുണ്ട് ഇവിടെ സോളോ അടിച്ച്. ഞാൻ ഇന്നലെ കാണിച്ചിരുന്ന ആ മലയുടെ പുള്ളി സോളോയാണ്. എൻ്റെ അടുത്ത് കുറേ പേര് ഇവിടെ വന്നിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ഒറ്റയ്ക്കാണ് വന്നത്, എങ്ങനെ വന്നു, ഒറ്റയ്ക്ക് വണ്ടിയൊന്നും ഇല്ലാതെ എങ്ങനെ വന്നു, ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ഒരു അസംഷൻ. വണ്ടിയില്ല, വരാൻ പറ്റില്ല, അങ്ങനല്ല. അപ്പം ഞാൻ പറഞ്ഞു, നമ്മളെപ്പോഴും ഫ്രണ്ട്സിനോടൊത്തും ഫാമിലിയോടൊത്തും അല്ലേ പോകുന്നത്. എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യണ്ടേ. ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കണ്ടേ. അപ്പം അതിൻ്റെ ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ചായ ഒന്ന് കുടിക്കട്ടെ.